ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് ഞാൻ വന്നിട്ടുള്ളത്. സാധാരണ നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ ഉള്ളിയൊക്കെ വാട്ടി അങ്ങനെയൊക്കെയല്ല ഉണ്ടാക്കുന്നത്. ഇതങ്ങനെ ഒന്നുമല്ല, സിമ്പിൾ റെസിപ്പിയാണ്. ഉള്ളിയൊന്നും വാട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 4 ചെറിയ ഉരുളൻകിഴങ്ങ് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് ഒന്ന് വേവിച്ചെടുത്തതാണ് കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ ഉള്ളി സവാള ഒരു ചെറുതാണ് കേട്ടോ. പിന്നെ മല്ലിയില, കരിവേപ്പിൻ്റെ ഇല, ചെറിയൊരു പീസ് ഇഞ്ചി, ചെറിയ പീസ് മതി കേട്ടോ. പിന്നെ ചെറിയൊരു പീസ് പച്ചമുളകാണ് കേട്ടോ. പിന്നെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടുകൊണ്ട് വേവിച്ച് വെച്ചേക്കുന്ന ചിക്കനാണ്. ബീഫ് ഇട്ടാൽ ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം അതും ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് നോക്കുക, ഇതിൻ്റെ അതായത് ഉരുളക്കിഴങ്ങ് വെന്തത് കുറച്ച് ഓവറാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ലൊരു ഷേപ്പിലല്ല അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് പൊടിച്ച് വെച്ചേക്കുന്നുണ്ടല്ലോ അതേക്ക് ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ആകുമ്പം ഈ മസാല എന്ത് ചെയ്യും, കുറച്ചൊരു കട്ടിയിലാവും കേട്ടോ. അപ്പോൾ നല്ലൊരു ഷേപ്പിലായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. അപ്പം പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഉരുളൻകിഴങ്ങ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞേക്കുന്ന കേട്ടോ. കുറച്ച് വലിയൊരു ഉരുളൻകിഴങ്ങ് എടുക്കാൻ നോക്കുക, എന്നിട്ട് നല്ല കട്ടിയിൽ അരിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ കുട്ടികൾക്ക് കോൽമുട്ടായൊക്കെ ഉണ്ടല്ലോ, അതേപോലെ ജസ്റ്റ് ഞാനൊന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പീസ് പോലെ, അതായത് കോഴിക്കാല് പോലെ ആക്കിയെടുക്കാം കേട്ടോ. കാണുമ്പോൾ നല്ല രസമായി തിന്നാൻ, കുട്ടികൾക്കാകുമ്പോൾ കാണുമ്പോൾ നല്ല രസമായി കേട്ടോ. അപ്പം ഞാൻ അതുപോലെ എല്ലതും ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാൻ സാധാരണ നോർമൽ കട്ട്ലേറ്റ് ആക്കുന്ന പോലെ തന്നെ റൗണ്ടിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫുള്ള് ഞാനങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് മൈദ ഉപ്പും വെള്ളവും ചേർത്തുകൊണ്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ കേട്ടോ, ഒന്ന് ലൂസിൽ ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലൊന്ന് മുക്കിക്കൊണ്ട് നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ബ്രെഡ് പൊടിച്ചിൽ നന്നായിട്ട് നമ്മളൊന്ന് അതൊന്ന് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ അത് ഇതാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക ബ്രെഡ് പൊരിച്ചതിൽ കേട്ടോ. എല്ലാം ഞാൻ അതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെക്കുക, എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അല്ലാതെ എണ്ണ ഒന്നും ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നന്നായിട്ടൊന്ന് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാവുമ്പം വല്ലാതെ എണ്ണ കുടിക്കില്ല കേട്ടോ. എന്നിട്ട് ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ജസ്റ്റ് മുരിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ സാധാ നോർമൽ ഇത് വെച്ചിട്ട് നമ്മൾ കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എപ്പോഴും നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയാണ്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റിന്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ.